ടാസിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ടാസ്, ജനചിത്ര ഫിലിം സൊസൈറ്റി, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ VS അച്യുതാനന്ദൻ, MK സാനുമാഷ്, ഷാജി N കരുൺ, കടുങ്ങല്ലൂർ S ഹരിഹരൻ നായർ, കലാഭവൻ നവാസ് എന്നിവരെയാണ് അനുസ്മരിച്ചത്. S പ്രേംകുമാർ, ഇടപ്പള്ളി ബഷീർ, ജയൻ മാലിൽ, ബാബു പള്ളാശ്ശേരി, ഡോക്ടർ VP മാർക്കോസ്, അഡ്വക്കേറ്റ് ജമാലുദ്ദീൻ, PB വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പിറവി സിനിമയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. വളരെ പ്രശസ്തരാണ്. ഈ പറഞ്ഞ 5 പേരിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അടുപ്പമുള്ളവർ 2-3 പേരേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഹരി സാറ്, പിന്നെ സാനു മാഷ്, മൂന്നാമത്തെ നവാസ്. ബാക്കി 2 പേരും അച്യുതാനന്ദനെയും അതുപോലെ ഷാജി N കരുണും വ്യക്തിപരമായി എനിക്ക് അവരെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അടുപ്പമില്ല. സാനുമാഷെ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ പോയി ഞാൻ കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെ സംഭാവനകളും സാമൂഹിക രംഗത്തെ സംഭാവനകളും എല്ലാം തന്നെ ഇവിടെ സ്മരിക്കപ്പെടും. ഒരു വലിയൊരു അധ്യായം മലയാള സാഹിത്യ ലോകത്തെ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടെ ഉണ്ടായത്. അവസാനിച്ചു എന്നുള്ള ഒരു പ്രയോഗം മാധ്യമങ്ങൾ ഒരു ധർമ്മം പോലെ നിറവേറ്റുന്നു. വളരെ വളരെ അപകടകരമായ, ഒട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ലാത്ത ഒരു ആശയമാണ് ഒരു ആൾ മരിക്കുന്നതോടെ. കമ്മ്യൂണിസ്റ്റായ ആളാണ് മരിക്കുന്നതെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് എഴുതുന്നത്. സന്തോഷം വാക്കുകളിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാൾ തീർന്നു പോയല്ലോ എന്നുള്ള സന്തോഷമാണ്. അതുകൊണ്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അതൊരു വലതുപക്ഷ വായനയാണ്. അവാർഡ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംഗീതനാടക അക്കാദമിയുടെ ഒരു എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിൽ അതിലിടപെടാൻ കഴിയുകയും 4 മണിക്ക് മരണാനന്തര ചടങ്ങുകൾ നടക്കണം, 2:40 നമുക്കൊരു ഓർഡർ വാങ്ങിച്ചെടുക്കുന്നത്. അത് ആദ്യം വരുന്നത് എൻ്റെ മൊബൈലിൽ വാട്സപ്പിലേക്കാണ്. അതിനുവേണ്ടി ആ വലിയ കലാകാരനെ ഒരുപക്ഷെ അവിടെ എത്തിയപ്പോൾ എത്രയോ കുട്ടികൾ, ഒരു 50-ൽ പരം കുട്ടികൾ ആ മൃതശരീരത്തിനടുത്തിരുന്ന് സംഗീതാർച്ചന നടത്തുകയാണ്. നവാസ് ഞങ്ങളുടെ കുടുംബ അംഗം തന്നെയായിരുന്നു. നവാസിൻ്റെ വാപ്പ ഞങ്ങളോടൊപ്പം ഇപ്പോഴും സിനിമ എന്താണെന്ന് കാണിച്ചു കൊടുത്ത വലിയ ഛായാഗ്രഹകൻ, സംവിധായകൻ. ഇന്ന് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന TK രാമകൃഷ്ണൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഷാജി സാറിനെ ആ വേദിയിൽ ഇരുന്നുകൊണ്ട് സംബോധന ചെയ്തത് ഇന്ത്യൻ സിനിമ എന്താണെന്ന് എന്നെ പഠിപ്പിച്ച ഷാജി സാർ എന്നാണ്. കുട്ടിസ്രാങ്ക് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയ വ്യക്തി സാനുമാഷ് തന്നെയാണ്. അദ്ദേഹം വിഹരിച്ചിട്ടുള്ള മേഖലകളിലൊക്കെ നമുക്കറിയാം, അദ്ദേഹം പല മേഖലകളിൽ വിഹരിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ സാഹിത്യം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മേഖല മാത്രമാണ്. അധ്യാപകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു, സാമൂഹിക പ്രവർത്തകനായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന സാനുമാഷ് ആ മേഖലകളിലൊക്കെ തിളങ്ങി നിന്നിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വായിക്കാൻ കഴിയാതെയാണ് ഞാൻ മടങ്ങേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗോവഞ്ചേട്ടനും ശശിചേട്ടനും ഒക്കെ തന്നെ പറയുന്നത് വളരെ വേദനയോടുകൂടി തന്നെ പറയുന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തെ സംഗീതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ആ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടി തന്നെ സംഗീതത്തിൻ്റെ ഈ വാഗേയ രൂപത്തിലേക്ക് മാറുകയും അങ്ങനെ അദ്ദേഹം പല ഗുരുക്കന്മാരുടെ ലോർബൻ ഭാഗവതരെ തുടങ്ങി ഇങ്ങോട്ടുള്ള നിരവധി ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നുകൊണ്ട് സംഗീതം അഭ്യസിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ സരിഗ സംഗീതാലയം എന്ന് പറയുന്ന ഒന്ന് കടുങ്ങല്ലൂരിലേക്ക് കൊണ്ടുവരികയാണ്. ആ കലാഭവൻ നവാസ് എന്ന് പറയുമ്പോൾ തന്നെ പേരിനോടൊപ്പം ഒരു കലാപ്രസ്ഥാനത്തിൻ്റെ പേര് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു കലാകാരൻ. അദ്ദേഹത്തെ ഒരു അനുകരണ കലാകാരൻ എന്ന നിലയ്ക്കാണ് കൂടുതലായിട്ട് അറിയുന്നത്, ഒപ്പം ഒരു ഗായകൻ എന്ന നിലയ്ക്ക്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് മലയാളത്തിൻ്റെ നാടക ചരിത്രത്തിൽ
ഒഴിച്ചുകൂടാനാവാത്ത സംഭാവന ചെയ്ത, എന്നാൽ പുതിയ തലമുറയൊന്നും അടുത്ത് അറിഞ്ഞിട്ടില്ലാത്ത ബക്കർക്കയുടെ മകൻ എന്ന നിലയ്ക്കാണ്. പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ.